ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഞാൻ കൊഞ്ച് പൊളിച്ച് വൃത്തിയാക്കി അതിൻ്റെ നൂലൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചാണ്. അപ്പോൾ നമുക്കത് ഇച്ചിരി മസാല പുരട്ടി വെക്കാം. അപ്പോൾ ആദ്യം നമ്മളതൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഉള്ള മസാല എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ശകലം ഗരം മസാല അല്ല ഉള്ളത്, ഞാൻ പെരിഞ്ജീരകം മാത്രമായിട്ട് പൊടിച്ചത് വെച്ചാണ് ഗരം മസാല അല്ലത്. അപ്പം അതും ഒരു ശകലം ഉപ്പും ഒരു കുറച്ച് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ടത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതെല്ലാം ഒന്ന് പിടിക്കണം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം. ഇളക്കി അതെല്ലാത്തിലും ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇനി അത് വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് വറക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കതിലോട്ട് കൊഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഒറ്റ ട്രിപ്പിന് വറക്കാനുള്ളത് കൂടുതൽ കൊഞ്ചുണ്ട്. അപ്പം നമുക്കത് രണ്ടായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആകണ്ട. ജസ്റ്റ് റോസ്റ്റിന് വേണ്ടി ആകുമ്പോഴത്തേനും ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ജസ്റ്റ് നല്ല സ്മൂത്തായിട്ടിരിക്കണം. അപ്പം ഒരു മീഡിയം വേവാകുമ്പോഴത്തേനും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇനി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ റോസ്റ്റിന് കൊള്ളത്തില്ല. ഓക്കെ, നമ്മൾ ഫ്രൈ കഴിക്കുന്ന പോലത്തെ ആ ഒരു ഇതല്ല റോസ്റ്റിന് വേണ്ടിയിട്ട്. റോസ്റ്റിന് കുറച്ചും കൂടി സ്മൂത്തായിട്ടിരിക്കണം. അപ്പം നമ്മൾ മൊത്തം ഇടാൻ പറ്റിയില്ല. അപ്പം ഹാഫായിട്ടിട്ടിട്ട് നമ്മൾ ഹാഫ് വറുത്ത് കോരിയിട്ട് പിന്നെ ഒന്നുകൂടി ഇടാം. അപ്പം നമ്മൾ തിരിച്ചിട്ട് മൊത്തം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് കൂടി വെച്ചാൽ മതി. അന്നേരത്തേനും റെഡിയാകും. അപ്പം നമ്മളതുപോലെ തന്നെ രണ്ടാമത്തതും വറുത്ത് കോരി. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് നമ്മളിനി റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ആദ്യം ഞാൻ ചട്ടിക്കകത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അടുത്ത ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ചേർക്കുന്നത് കുറച്ച് സവോളയും, അതായത് ഞാൻ 2 സവോള എടുത്തേക്കുന്നത്, 2 സവോളയും ഒരു 15 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ആദ്യം അതിനകത്തോട്ട് ഇടുക. അപ്പോൾ അത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടി അങ്ങ് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് കേട്ടോ. പിന്നെ പച്ചമുളകല്ല, ഞാൻ കാന്താരി മുളക് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി ഞാൻ കാന്താരി മുളകാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറാകണം. അപ്പോൾ നമ്മളതൊന്ന് വഴറ്റി, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്തോട്ടൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്യുവാണേ. എന്നിട്ട് അതും കൂടി ഒന്ന്
ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റണം. അപ്പോൾ ഒരു മുഴുത്ത തക്കാളിയായിരുന്നു. ഞാനതിൻ്റെ തൊലിയുണ്ടെങ്കിൽ താമസമായതുകൊണ്ട് ഞാൻ തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചൊന്ന് മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് വരും. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് ശകലം ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തക്കാളിയും സവോളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം കൈ വിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൂട്ടി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നമ്മൾ അടച്ചും കൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നാകും. ഉണ്ടോ? അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. അപ്പം ഞാനിതിനകത്ത് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് കുരുമുളക് പൊടി എരിവിന് വേണ്ടി, ഇത്രയും സാധനമാണ് അതിനകത്ത് ചേർത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ മല്ലിപ്പൊടി ഒന്ന് ശരിക്കും നന്നായിട്ട് മൂത്ത് കിട്ടണം. അതുകൊണ്ടാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മൂത്തെങ്കിൽ അതിൻ്റെ പച്ചമണം മാറുള്ളൂ, അല്ലെങ്കിൽ ആ കറിക്ക് മൊത്തത്തിലൊരു പച്ചമണം വരും. അപ്പം എന്നിട്ട് നമ്മൾ അതിനകത്ത് മൂത്ത് കഴിയുമ്പോഴത്തേനും, അപ്പോൾ ഞാനിച്ചിരി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിക്കണം, നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പച്ചമണം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളം ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ അതൊന്ന് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച കൊഞ്ചങ്ങ് ഇട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെക്കണം. എന്നാലേ അതിൻ്റെ ആ മസാല എല്ലാം അതിലോട്ട് പിടിച്ച് നന്നായിട്ട് വരത്തുള്ളൂ. നമ്മൾ ഇനി എന്നിട്ട് ഉപ്പ് നോക്കണം, ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പുളിയും ഉപ്പുപൊടിയൊക്കെ കൂടി ആകുമ്പം കണ്ടോ, നമ്മളൊരു 2 മിനിറ്റ് അത് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ച്, അപ്പോൾ ആകുമ്പോഴത്തേനും എല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്കിടാം, നിർബന്ധമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിയില വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് മല്ലിയില ഇടാം. എന്നിട്ട് ഞാൻ മല്ലിയില ഇല്ലാഞ്ഞുകൊണ്ട് ഒരു 3 തണ്ട് കറിവേപ്പില നേരെ ഇട്ടിട്ട് നമുക്ക് അതിനകത്തൊരു ശകലം വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ഒഴിക്കാം. അപ്പത്തേനും ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും കൂടി കയറി വരും. അപ്പം ഒരു ശകലം വെളിച്ചെണ്ണ മേളിൽ കൂടി ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് അടുപ്പ് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ. അപ്പം അന്നേരത്തിന് ആ കരിവേപ്പിലയുടെ സ്മെല്ലും എല്ലാം കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ വെച്ചിരുന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാകും. അങ്ങനെ നമ്മുടെ പ്രോൺ റോസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. സ്മെല്ലടിച്ചാൽ അറിയാം അടിപൊളി സാധനമാണെന്ന്. എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി സാധനം, അടിപൊളി പ്രോൺ റോസ്റ്റ്.